ആകാശവാണി കവരത്തി. നമസ്കാരം ശ്രോതാക്കളെ. അഭിമുഖം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ 9 സെക്കൻഡ് ഷോർട്ട് ഫിലിമിന് വേൾഡ് റെക്കോർഡ് ജേതാവും ലൈഫ് കോച്ചും ക്രേസി ക്രിയേറ്റീവ് ട്രെയിനറും ഫാമിലി കൗൺസിലറും മെന്ററും കൂടിയായ AK ഷാനവാസുമായി ഹലിമ ബീഗം നടത്തുന്ന അഭിമുഖം കേൾക്കാം. ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. സന്തോഷം. കുറേ വർഷങ്ങളായിട്ട് ലക്ഷദ്വീപുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് അല്ലേ? തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ അധികവും നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഓക്കെ. ഒരു കുട്ടിയുടെ പഠന വൈകല്യങ്ങൾ ഏത് പ്രായം മുതലാണ് തിരിച്ചറിയാൻ സാധിക്കുക? വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പഠന വൈകല്യങ്ങൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് LD എന്നാണ് ഷോർട്ടായിട്ട് പറയുക. അവരുടെ ഈ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കാണും. നമ്മൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവർക്ക് പൊതുധാരയിലേക്ക് ജീവിതത്തിൽ വരാൻ ഏറ്റവും സഹായിക്കാൻ സാധിക്കുക. അത് നമ്മളൊരു പ്രായം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ, എന്നാൽ പ്രീ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷാ വികാസം വൈകുന്നു. വാക്കുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, വാചകങ്ങൾ രൂപപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മൾ പറയുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയാനും പറയാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ മോട്ടോർ സ്കിൽസ് എന്ന് പറയും, ഒരു പേന എഴുതാൻ, പിടിക്കാൻ, അങ്ങനത്തെ വൈകുന്ന സമയത്ത് ഒരു പീഡിയാട്രിഷ്യൻ്റെ സഹായത്തോടു കൂടിയിട്ട് സ്പീച്ച് ലാംഗ് പാത്തോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്കത് ആ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിന് റെമഡി ചെയ്യാനും സാധിക്കും. പിന്നെയുള്ളത് 3 മുതൽ 5 വയസ്സ് വരെ കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികളുടെയാണ്. അവർക്ക് അക്ഷരങ്ങൾ, നിറങ്ങൾ, ആകൃതികൾ, മീൻസ് സ്ക്വയർ ഏതാണ്, റൗണ്ട് ഏതാണ്, റെക്റ്റാങ്കിൾ ഏതാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. അതേപോലെ തന്നെ റൈമിങ് കൊടുത്ത ഒരു പാട്ട് കൊടുത്ത പാടാൻ, അതിൻ്റെ വാക്കുകൾ ഉച്ചരിക്കാൻ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, എണ്ണാൻ സാധിക്കാത്തത് 1 2 3 4 എണ്ണാൻ സാധിക്കാത്ത കുട്ടികൾ, എഴുത്ത് മനസ്സിലാവാത്ത കുട്ടികൾ. ഇതൊരു പ്രീ സ്കൂൾ ടീച്ചർക്ക് ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് കൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് 5 വയസ്സിൻ്റെയും 7 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ 1 2 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികൾക്ക് പ്രധാനമായിട്ടുണ്ടാകുക വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വായിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇപ്പം Bയും Dയും മാറിപ്പോവും, Pയും Qയും മാറിപ്പോവും. അതേപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ മാറിപ്പോവും, എഴുതുമ്പോൾ മാറിപ്പോവും. പിന്നെ വാക്കുകൾ ശരിയായിട്ട് എഴുതാൻ കഴിയാതെ ഇപ്പോൾ അക്ഷരങ്ങളൊക്കെ സ്കിപ്പായിപ്പോവും. ഇപ്പോൾ കവരത്തി എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇടയ്ക്ക് വാ ഉണ്ടാവില്ല, കത്തി മാത്രമേ എഴുതും. അങ്ങനെ വാക്കുകൾ വിട്ടുപോകുന്നതുണ്ട്. അതേപോലെ തന്നെ ഗണിതത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ, ഇപ്പോൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഈ ചതുഷ്ക്രിയകൾ 4 ക്രിയകളാണ് മാത്സിലുള്ളത്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാകാതെ മാത്സിൽ പിന്നോക്കം പോകുന്ന കുട്ടികൾ. ഇതൊരു സ്കൂൾ അധ്യാപകർക്കോ സ്കൂൾ സൈക്കോളജിസ്റ്റിനൊക്കെ ഈ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് ഇതിന് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് ഒരു 7 വയസ്സിന് മുകളിലുള്ള 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 3ാം ക്ലാസ്സിൽ എത്തിക്കുന്ന കുട്ടി. ഈ കുട്ടിക്കുള്ള വായനയുടെ വേഗതക്കുറവ്. നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി തപ്പിത്തടഞ്ഞ് വായിക്കുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എഴുത്തിൽ സ്പീഡ് കുറവ്. അധ്യാപകർക്ക് ബോർഡിൽ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് നോക്കി എഴുതാനും കൂടി ചിലപ്പം ഒരുപാട് സ്ലോ ആയിരിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികൾക്കും ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത്, ഒരു ചിലപ്പം കൂട്ടാൻ അറിയായിരിക്കും, ഒന്നിച്ചോ സംഖ്യകൾ കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അതേപോലെ തന്നെ സ്പെല്ലിങ്ങും ഗ്രാമറുകളിലും നിരന്തരമായി വരുത്തുന്ന തെറ്റുകൾ, അത്തരം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർമൽ LD അസസ്മെൻറ്റ്, ഒരു IQ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളുടെ വൈകല്യങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് പരിഹരിക്കാനും സാധിക്കും. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 3ാം ക്ലാസ്സിന് മുകളിലേക്ക് നമുക്ക് 3ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, സ്പീച്ച് ഡിലേ തുടങ്ങിയവയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കിത് പരിഹരിക്കാൻ പറ്റും. ഒരു കുട്ടി എഴുതാനും വായിക്കാനും ഗണിതത്തിലൊക്കെ സ്ഥിരമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിലൊക്കെ. ഇപ്പോൾ നല്ല IQ ഉള്ള കുട്ടികളടക്കം
പഠനകാര്യത്തിൽ ഒരുപക്ഷെ പിന്നോക്കം നിൽക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നമുക്ക് ഒരു പൊതുധാരയിലേക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒന്ന് പ്രീ സ്കൂൾ ടീച്ചറുമായിട്ട് സംസാരിക്കുക, ആ പ്രായത്തിലുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണാം, ഫോർമൽ അസസ്മെൻറ്റ് നടത്തുക. ഫോർമൽ അസസ്മെൻറ്റ് 2 രീതിയിലുള്ള അസസ്മെൻറ്റാണ് ഫോർമൽ അസസ്മെൻ്റ് ഉള്ളത്. ഫോർമൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് WISC അതുപോലെ തന്നെ WIA രണ്ട് അസസ്മെൻ്റാണ്. ഈ അസസ്മെൻറ്റുകൾ നമുക്ക് ഇന്ന് ശാസ്ത്രീയമായിട്ട് കുട്ടിയെ വിലയിരുത്താനുള്ള രീതിയാണ്. കുട്ടികൾക്കുള്ള വെക്സിലർ ഇൻ്റലിജൻസ് സ്കെയിൽ, അതാണ് ഒന്ന്. ഒരു കുട്ടിയുടെ ബുദ്ധിപരമായിട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ അളക്കാനാണ് WISC. ഈ 2 അസസ്മെൻറ്റുകൾ നമുക്ക് കുട്ടികളുടെ പഠനപരമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള നിലവാരത്തെ നമുക്ക് അളക്കാൻ സാധിക്കും. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളും അധ്യാപകരും ഏതൊക്കെ വിധത്തിലുള്ള പിന്തുണകളാണ് നൽകേണ്ടത്? തീർച്ചയായിട്ടും ഇതിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ടീച്ചർ, സ്റ്റുഡൻറ്റ്, പാരൻറ്റ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ മേഖലയിലെ കുട്ടികളെ എത്രയും നേരത്തെയുള്ള കണ്ടെത്തലുകളാണ് ഒരു രക്ഷിതാവ് നിലയിൽ ചെയ്യേണ്ടത്. കുട്ടിയുടെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ നിരന്തരമായി നിരീക്ഷിക്കുക. അങ്ങനെ ബോധ്യം വന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയോ ഒരു ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യുന്ന ആളെയൊക്കെ സമീപിക്കുകയും അസസ്മെൻറ്റ് നടത്തുകയും ചെയ്യുക. വീട്ടിലെ പഠന പരിസ്ഥിതി നല്ല ഇവർക്ക് ഒരുക്കി കൊടുക്കുക. കുട്ടിയെ താരതമ്യം ചെയ്യാതെ വൈകാരികമായിട്ടുള്ളൊരു പിന്തുണ കൊടുക്കുക. നിനക്ക് കഴിയില്ല, അവൻ മണ്ടനാണ് പൊട്ടനാണെന്നൊക്കെ പറയുന്നതിന് പകരം നിനക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സെൽഫ് എസ്റ്റീം കെട്ടിപ്പടുക്കാൻ അവൻ്റെ ചിലപ്പോൾ ഒരു കുട്ടിക്ക് വൈവിധ്യങ്ങളായ കഴിവുകളുണ്ടാവും. ചിത്രരചന കഴിവുണ്ടാവും, കായികമായ കഴിവുകളുണ്ടാവും, അങ്ങനെയൊക്കെ കഴിവുകളുണ്ടാവും, പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അവൻ ഏതെങ്കിലും ഒരു കഴിവ് ഡൊമൈൻ ചെയ്ത് നിൽക്കും. അത്തരം കഴിവുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയോ ബുക്സുകൾ, ടെക്സ്റ്റ് ടു സ്പീച്ച് ആപ്പുകൾ, ഗൂഗിളിലൊക്കെ ഇത്തരം കുട്ടികൾക്ക് സ്പീഡായി പഠിക്കാനുള്ള ഗൂഗിൾ റീഡ് എല്ലാം എന്ന ആപ്പുണ്ട്, വോയിസ് സ്ട്രീം റീഡർ ഉണ്ട്. ഇത്തരം വിഷ്വൽ എയ്ഡ്സുകളുണ്ട്, ടൈം ടേബിൾ, ചാർട്ടുകൾ, പിക്ചറുകൾ, കാർഡുകളൊക്കെ നമുക്കിന്ന് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്കൂളുകളുമായിട്ടുള്ള സഹകരണം. എല്ലാ സ്കൂളുകളിലും നല്ല PTA ഉണ്ട്, SMC ഉണ്ട്. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം കുട്ടികൾക്കുള്ള പാരൻറ്റിന് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹരിക്കാനും സാധിക്കും. അധ്യാപകർക്കുള്ള പിന്തുണ എന്ന് പറഞ്ഞത്, അധ്യാപകർ ഇതുപോലെ തന്നെ ഒരു 3ാം ക്ലാസ്സിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നവുമായിട്ട് കുട്ടി പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഏജിൽ തന്നെ ഈ കുട്ടിക്ക് ആർജിത പരിശോധന ശേഷി നടത്തിയിട്ട് കുട്ടിക്ക് എന്താണോ റെമഡിയൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഓരോ കുട്ടികളും ചിലപ്പം ഇവർ സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ടൈമൊക്കെ എടുത്ത് ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇവർക്ക് പ്രത്യേകം കൺസിഡറേഷൻ കൊടുക്കേണ്ടി വരും. ഇവർക്ക് കൊടുക്കുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ എക്സ്ട്രാ സമയം കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു ടീച്ചർ ഐ ആം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. പ്രധാനമായിട്ടും അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ LD എന്നുള്ളൊരു ഉണ്ട്. മീൻസ് LD ഇത് പറയുന്നത്, ലേണിംഗ് ഡിസബിലിറ്റി പറയുന്നത് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അക്ഷരങ്ങളുടെ മാറ്റം. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തിലുള്ള ബുദ്ധിമുട്ട്, മോട്ടോർ സ്കില്ലുള്ള ബുദ്ധിമുട്ട്, എഴുത്ത് പിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതം ആയിട്ടുള്ള സംഖ്യകൾ കൂട്ടാൻ കുറയ്ക്കൽ, സംഖ്യകൾ മാറിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. ഡിസ്പ്രാക്സിസ് എന്ന് പറയുന്നത് ഇവർ ചലിക്കാനുള്ളൊരു പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, എറിയുമ്പോൾ, പിടിക്കുമ്പോൾ ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അത് മെഷർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്യുപ്പേഷൻ തെറാപ്പി കൊടുക്കേണ്ട ഒരു രീതിയാണത്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് കാഴ്ചയ്ക്ക് വൈകല്യമുണ്ട്, കേൾവിക്ക് വൈകല്യമുണ്ട്, ചലന വൈകല്യമുണ്ട്. ഇങ്ങനെ നമുക്ക് വിസിബിളായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ചികിത്സിക്കാൻ പറ്റും. ഇത്തരം കാര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ LDയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇൻവിസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും മാതാപിതാക്കളും അധ്യാപകരും ഒരു കുട്ടിയെ ജാഗ്രതയോടെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ 3 വയസ്സിന് മുമ്പേ ഇത് കണ്ടെത്താനും പരിഹരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അവർക്ക് സ്നേഹവും ക്ഷമയും ഏറ്റവും വലിയ പിന്തുണയും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളിൽ
വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ 9 വർഷമായി ലക്ഷദ്വീപിൽ ഇത്തരം വിദ്യാർത്ഥികളെയും ഒക്കെ കണ്ടുവരികയാണ്. അവരോട്ട് ഇൻട്രാക്ഷൻ നടത്തുകയാണ്. സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ പഠനരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വെല്ലുവിളികളും പരിഷ്കരണങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു യൂണിയൻ ടെറിട്ടറിയിലുള്ള വിദ്യാഭ്യാസം, ദ്വീപിൻ്റെ സ്വഭാവം, സാംസ്കാരിക പശ്ചാത്തലം, വിഭവങ്ങളുടെ പരിമിതി, അതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. പരാഗ് എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ അസസ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. നമ്മുടെ പുതിയ NEP-യുടെ കീഴിൽ 2020 രൂപം കൊണ്ട ഒരു ഓർഗനൈസേഷനാണ്. ഇതിൽ 2024 കണക്കനുസരിച്ച് 3, 6, 9 ക്ലാസ്സുകളിലെ കുട്ടികളുടെ, ലക്ഷദ്വീപിലെ കുട്ടികളുടെ പ്രകടനത്തിൽ ഭാഷാപരമായിട്ടുള്ള പ്രകടനം, ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ പിന്നിലാണ് ലക്ഷദ്വീപ് എന്നുള്ളതാണ്. ഇതൊരു ലക്ഷദ്വീപിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഫൗണ്ടേഷൻ സ്കില്ലുകളിൽ ഇത് തന്നെയാണ് സർക്കാർ റിപ്പോർട്ടുകൾ 2025 ഡിജിറ്റൽ ഇൻറ്റഗ്രേഷൻ ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലും ഒക്കെ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് 12% കുട്ടികൾ, 11% കുട്ടികൾ ഒക്കെ ഇങ്ങനെ ഓരോ ശതമാനങ്ങൾ പറയുന്നുണ്ട്. ഭാഷാപരമായിട്ട് 12% കുട്ടികൾക്ക് പ്രശ്നമുണ്ട്, ഗണിതത്തിൽ 11% കുട്ടികൾക്ക് പ്രശ്നമുണ്ട്, പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ടും ലക്ഷദ്വീപിലുള്ള കുട്ടികൾ, ഇപ്പോൾ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ പഠന പിന്നോക്കമുള്ള കുട്ടികളെ ബുള്ളിങ്, അവരെ കളിയാക്കലും ഒറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും, ഗവൺമെൻറ് കണക്ക് പ്രകാരം 47% കുട്ടികൾ ഇങ്ങനെ കളിയാക്കലിന് വിധേയമാകുന്നുള്ളതാണ് പറയുന്നുള്ളത്. അതേപോലെ തന്നെ സോഷ്യൽ ഇമോഷണൽ സ്ട്രെസ്സുള്ള കുട്ടികൾ 20-26% എന്നുള്ള സർക്കാർ കണക്കുകൾ തന്നെയാണ് പറയുന്നത്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ 33 മുതൽ 50% വരെയാണെന്നുള്ളതാണ് പറയുന്നത്. ഡിജിറ്റൽ ആക്സസ് ഇല്ലാത്ത കുട്ടികൾ, ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കുട്ടികൾ 41%. ഇത് നമ്മൾ വലിയൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്സ് NCERT-യുടെ അണ്ടറിലാണ് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ, ഒരു കുട്ടിയുടെ ഫൗണ്ടേഷൻ സ്കില്ലുകളുടെ ശാക്തീകരണം, അതിൽ ഭാഷയും ഗണിതവും ഉൾപ്പെടെ ലോ പെർഫോമിംഗ് കോമ്പറ്റൻസികളിൽ ടാർഗറ്റ് ഇൻ്റർവെൻഷൻ നടത്തുക, അഡീഷണൽ റിസോഴ്സ് നടത്തുക, അത്തരം സംഭവങ്ങൾ നടത്താനുള്ള കുട്ടികൾക്ക് റെമഡികൾ കൊടുക്കാനുള്ള അധ്യാപകർ, വോളണ്ടിയേഴ്സിനെ നമ്മൾ ഏർപ്പാട് ചെയ്യുക, കുട്ടികൾക്ക് ടോയ്സ് ബേസ്ഡ് ലേണിംഗ് പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ അധ്യാപകരുടെ ടീച്ചിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ദ്വീപിൻ്റെ സാഹചര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വീപിൽ സംസാരിക്കുന്നത് 2 ഭാഷയാണ് അല്ലേ. ഒന്ന് ജസരിയാണ് അല്ലേ, ജസരിയും മിനിക്കോയിൽ മഹൽ ഭാഷയും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഫോറിൻ ലാംഗ്വേജാണ്. അവർ പഠിക്കുന്ന ഹിന്ദിയും അവർക്ക് ഫോറിൻ ലാംഗ്വേജാണ്, അറബിക്കും ഫോറിൻ ലാംഗ്വേജാണ്. അപ്പോൾ ലക്ഷദ്വീപിലുള്ള ഭാഷയിൽ ചെറുപ്പത്തിലെ അവർ കേൾക്കുന്ന, വീട്ടിൽ കേൾക്കുന്ന മദർ ടങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജസരി ഭാഷയാണ്. അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന ഉപകരണങ്ങളും സാമഗ്രികളും ഇൻട്രാക്ഷൻസും ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് തനത് സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പഠന പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ മലയാളത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് വഴി ചിന്തിക്കുമ്പോൾ അവനത് പുതിയ സംഭവമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ പോകുക എന്നുള്ളതിന് ലക്ഷദ്വീപിൽ എന്താ പറയുക, ഫോണ്ടേ. അപ്പോൾ ഫോണ്ടേ എന്ന് പറയുകയാണ് അവൻ വീട്ടിൽ നിന്ന് കേട്ട അതേ സംഭവം തന്നെയാണ് സ്കൂളിലും പഠിക്കുക. അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ വയനാട് ജില്ലയിലുള്ള ആദിവാസി വിഭാഗങ്ങൾ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആദിവാസി ഭാഷയിലുള്ള പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്സ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല സ്കൂളുകളിൽ അവർക്ക് നല്ലൊരു കോൺഫിഡൻസോടുകൂടി സ്കൂളിൽ വരാനും, ഗോത്ര സൗഹൃദ സ്കൂളുകൾ ഒക്കെ വന്നപ്പോൾ അവരുടെ കലകളും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരും പഠനത്തിൽ മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ ലക്ഷദ്വീപിൽ പ്രത്യേകിച്ചും ചെറിയൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയിൽ നമ്മുടെ സാംസ്കാരിക ഭാഷകൾ ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ചെയ്യേണ്ടത്. സാർ പറഞ്ഞതുപോലെ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്. അപ്പോൾ ഇവരുടെ കഴിവും അഭിരുചിയും തിരിച്ചറിയേണ്ടതും അവർക്ക് വേണ്ട പിന്തുണ നൽകേണ്ടതും അധ്യാപകരും മാതാപിതാക്കളുമാണ്. എങ്ങനെയാണ് കുട്ടികളെ നല്ല ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്? നല്ല ചോദ്യമാണ്. ഇതൊരു വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ അഭിരുചിയൊക്കെ മനസ്സിലാക്കുക അവരുടെ സോഷ്യലൈസേഷനിലൂടെയാണ്. ലക്ഷദ്വീപിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികളോട് വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം രാവിലെ മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുന്നു, അതിനുശേഷം ഈ കുട്ടി സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ വന്നതിന് ശേഷം നേരെ പോകുന്നത് ട്യൂഷൻ സെൻറ്ററിലേക്കാണ്, പിന്നെ അവൻ രാത്രിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് അവരുടെ അഭിരുചി അറിയാനോ അവർക്ക് മിങ്കിൾ ചെയ്യാനോ എന്നൊക്കെ വളരെ അവസരങ്ങൾ കുറവാണ്. യഥാർത്ഥത്തിൽ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെപ്പോലും ട്യൂഷൻ അയക്കുന്ന വലിയൊരു പ്രവണത ലക്ഷദ്വീപിൽ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലൊക്കെ ട്യൂഷന് സാധാരണയായിട്ട് പറഞ്ഞേക്കാറ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഷയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാത്ത സമയത്തൊക്കെയാണ് ട്യൂഷന് പറഞ്ഞേക്കാറ്. അപ്പോൾ ഈ കുട്ടികൾ വൈകുന്നേരം വരണം, കളിക്കണം, അവർ കൂട്ടുകാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവർ കടലിൽ പോയി കുളിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ഏത് ടെറിട്ടറിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ടെറിട്ടറിയെക്കുറിച്ചുള്ള അറിവും ആ ടെറിട്ടറി ജീവിക്കാനുള്ള സ്കില്ലുമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൈഫ് സ്കിൽസ്. അത് ആർജിക്കുക എന്നുള്ളതാണ്. അത് ആർജിക്കണമെങ്കിൽ കുട്ടികൾക്ക് പഠനശേഷം അവന് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അത് ഇല്ലാത്രത്തോളം കാലം നമ്മളിങ്ങനെ ചർച്ച മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. യഥാർത്ഥത്തിൽ അത്തരം കുട്ടികൾ ചെറിയ കുട്ടികളെ അനാവശ്യമായിട്ട് ട്യൂഷന് പറഞ്ഞേക്കുന്ന ഒഴിവാക്കിയിട്ട് അവൻ്റെ നൈസർഗികമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യം നമ്മൾ മുതിർന്ന ആളുകൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല കഴിവുള്ള കുട്ടികൾ, നന്നായിട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ, വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കണമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് ഇത്തരം സാഹചര്യം സൃഷ്ടിക്കണം. ആ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകർക്കും ചെയ്യാനുള്ളത്. സാർ, ഈ അടുത്തിടെയായിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പുതിയ ജനറേഷൻ മാതാപിതാക്കൾ അവർ വളരെ തിരക്കിലാണ്. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകും, ജോലിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിരിക്കും. രാത്രിയിൽ വീട്ടിൽ എത്തുമ്പോഴേക്ക് വൈകിട്ട് സന്ധ്യാനേരത്തെ എത്തുമ്പോഴേക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കാനിരിക്കും. പക്ഷേ പാരൻസ് അവരുടെ മൊബൈലിലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ ആയിരിക്കും. ഇത് ശരിക്കും കുട്ടികളുടെ പഠനത്തെ ബാധിക്കില്ലേ? പല പാരൻസും പറയുന്നത് കുഞ്ഞുങ്ങളെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ 1ാം ക്ലാസ് തൊട്ട് ട്യൂഷൻ അയക്കുകയാണ്. അപ്പോൾ ട്യൂഷന് വന്നിട്ട് അവൾ ട്യൂഷന് പോയി അല്ലെങ്കിൽ അവൻ ട്യൂഷന് പോയി, ട്യൂഷനിൽ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് വേണ്ട നീഡ് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ പാരൻറ്റിങ് എന്ന് പറയുന്നൊരു കലയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയങ്ങളിലൊന്നാണ് പാരൻറ്റിങ്. എങ്ങനെ അടുത്ത തലമുറയെ ശാസ്ത്രീയമായി വളർത്താമെന്നുള്ളതാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടൊരു തമാശ പറയാറുണ്ട്. ഒരു ഭാര്യ ഗർഭിണിയായി അത് സ്കാൻ ചെയ്ത് ആണോ പെണ്ണോ എന്നറിഞ്ഞ് അങ്ങനെ ഈ രണ്ടാളും കണക്കൂട്ടുകയാണ്. ഈ കുട്ടിയെ ഏത് സ്കൂൾ പറഞ്ഞേക്കും, എവിടെ ഇതിനെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കും, എവിടെ എൻട്രൻസിന് പറഞ്ഞേക്കും, ഏത് യൂണിവേഴ്സിറ്റിയിൽ കുട്ടിയെ പറഞ്ഞേക്കും എന്നൊക്കെ ഇങ്ങനെ കഥ പറയുന്നൊരു തമാശ പറയാറുണ്ട്. പാരൻറ്റിങ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടി, പ്രത്യേകിച്ചും ലക്ഷദ്വീപിലെ കുട്ടികൾ, ഒരു പാരൻറ്റിൻ്റെ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ പലപ്പോഴും രക്ഷകർത്താക്കൾ പറയും കുട്ടി അനുസരിക്കുന്നില്ല, കുട്ടിക്ക് സ്നേഹമില്ല, കുട്ടി എൻ്റെ കൂടെ ഇല്ല എന്നൊക്കെ പറയാൻ കാരണം കുട്ടിയായിട്ട് പാരൻസിന് സമയമില്ല. ഒരു പാരൻറ്റ് കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ചോദിക്കണം. അവന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും, ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് സ്കൂളിൽ നടന്ന ഒരുപാട് നേട്ടങ്ങളൊക്കെ പറയാനുണ്ടാവും. ഇതൊന്നും
അവൻ്റെ പാരൻസിന് കേൾക്കാൻ കഴിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പാരൻസും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് വരും. അതോടുകൂടിയിട്ട് കുട്ടിയുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുന്ന മേഖലയിലേക്ക് പോകും. അതിലൊന്നാണ് നേരത്തെ മാം പറഞ്ഞ പോലെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. പാരൻസ് മാത്രമല്ല കുട്ടികളും. ഇപ്പോൾ ഞാനൊരു കുട്ടിയോട് ചോദിച്ചപ്പം ക്ലാസ് റൂമിൽ ഉറക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇപ്പം ലക്ഷദ്വീപ് എന്നൊരു കുട്ടിയെ ചോദിച്ചപ്പോൾ പറഞ്ഞു, പാരൻസ് ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് 4 മണി വരെയൊക്കെ ഫോണ് കാണും, അപ്പോൾ എന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കില്ല. നിർബന്ധിച്ച് രക്ഷിതാക്കൾ എഴുന്നേൽപ്പിക്കും. പക്ഷേ ഉറക്കിലാണ്, അർദ്ധമയക്കത്തിലാണ് അവൻ സ്കൂളിലും മദ്രസയിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പം രക്ഷകർത്താക്കൾ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും നേരത്തെ പറഞ്ഞ ഒരു സോഷ്യലൈസേഷൻ ഉണ്ടാക്കാനൊക്കെ തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു കവരത്തി ദ്വീപ് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ സറൗണ്ടിങ്സാണ്. ഈ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വേണം ഈ കുട്ടിക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. കുട്ടികളുടെ പഠന വൈകല്യമുള്ള കുട്ടികളായിക്കോട്ടെ, കോമൺ വിദ്യാർത്ഥികളായിക്കോട്ടെ, താരതമ്യം അവരുടെ ചിന്തയെ, വളർച്ചയെ എത്രത്തോളം ബാധിക്കും? ഈ താരതമ്യം എന്ന് പറയുന്നത് മനുഷ്യരാരും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്. ഇപ്പം ഹെൽത്തി കമ്പാരിസൺ ഉണ്ട്, അൺഹെൽത്തി കമ്പാരിസൺ ഉണ്ട്. മാം ഇപ്പോൾ മാമിൻ്റെ വീട്ടിൽ ഞാൻ വിരുന്ന് വന്നു, എനിക്കൊരു ചായ തന്നു. ഞാൻ പറയാണ് വാവ് നല്ല ചായ എന്ന് പറഞ്ഞാൽ മാമിന് എന്താണ് ഫീൽ ചെയ്യുക? സന്തോഷം ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് മാം ഇതൊരു ചായ ഉഷാറായിട്ടില്ല, ഞാൻ ഇന്നലെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ നിങ്ങൾ അയൽവക്കത്ത് പോയ സമയത്ത് അവിടുത്തെ ഒരു ചായ കുടിച്ചു, അതൊരു അടിപൊളി ചായയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് തോന്നുന്നു? ഫീലായിരിക്കും അല്ലേ? അപ്പം കുട്ടികളെ അൺഹെൽത്തി ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ വിചാരിക്കുന്നത് ഒരു കുട്ടിയെ കമ്പയർ ചെയ്യുമ്പം അവൻ തിരുത്തി അവൻ കുറച്ചും കൂടെ വാശിയോടുകൂടി പഠിക്കുകയോ എന്തിനാണോ അവനെ കളിയാക്കുന്നത് അതിൽ നിന്നും വാശിയോടെ വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടി ഒരു മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ചിട്ട് കമ്പാരിസൺ നെഗറ്റീവ് സ്ട്രോക്കാണ്. അത് കുട്ടിയുടെ സമഗ്രമായ വളർച്ചയിൽ കാര്യമായിട്ടുള്ള ക്ഷതമേൽപ്പിക്കും. നമുക്ക് ഹെൽത്തി കമ്പാരിസൺ നടത്താൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും അച്ചീവ്മെൻറ്റ്സ് നടത്തിയ ആളുകൾ, ഇപ്പോൾ നമ്മൾ പറയും ഒരു കലക്ടറെ കാണുമ്പം കലക്ടർ കണ്ടില്ലേ, നീയും പഠിച്ചാൽ കലക്ടർ പോലെ ആകാൻ സാധിക്കും. ഒരു പൈലറ്റ് പറത്തുന്നത് കണ്ടില്ലേ, നീയും പഠിച്ച് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് പൈലറ്റാകാൻ സാധിക്കും. ഒരു നേവി ഓഫീസറെ കണ്ടില്ലേ, നീ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് NDA എക്സാം എഴുതിയിട്ട് നിനക്കും ആ നേവി ഓഫീസറെ പോലെ പോകാൻ സാധിക്കും. ഇങ്ങനെ ഹെൽത്തി കമ്പാരിസനാണ് കുട്ടികളുടെ ഗ്രോത്തിന് നല്ലത്. അൺഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസൺ മനുഷ്യ സമൂഹം തന്നെ ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് നമ്മളത് കുട്ടികളിലേക്ക് പ്രയോഗിക്കുന്നത് ഏറ്റവും തെറ്റാണ്. സോഷ്യൽ കമ്പാരിസൺ തിയറി പ്രകാരം മനുഷ്യന് സ്വയം വിലയിരുത്താനും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള കഴിവുകളുണ്ട്. ഈ കുട്ടികളെ APA പഠനങ്ങൾ പ്രകാരം പറയുന്നത് വെച്ചാൽ 10-15% കുട്ടികൾ അവരുടെ ആത്മവിശ്വാസക്കുറവും ഉത്കണ്ഠയും ഉണ്ടാകുന്നത് കമ്പാരിസൺ മൂലമാണ്. സ്വന്തം കഴിവുകളെ, അവരുടെ കഴിവുകളെ നമ്മൾ മാതാപിതാക്കൾ അധ്യാപകരിച്ചിട്ട് അഭിനന്ദിക്കുക. നീ ഇത്ര ചെയ്തു, നിനക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും. ഒട്ടും എഴുതാത്ത കുട്ടി ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ നീ ഒരു പാരഗ്രാഫ് എഴുതി, നാളെ നിനക്ക് 1.5 പാരഗ്രാഫ് എഴുതാൻ പറ്റുന്ന പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 2 പാരഗ്രാഫ് എഴുതേണ്ട കുട്ടി എന്തുകൊണ്ട് 1 പാരഗ്രാഫ് എഴുതിയെന്ന് ചോദിച്ചിട്ട് ശിക്ഷിക്കുകയോ 2 പാരഗ്രാഫ് എഴുതിയ കുട്ടിയോട് കമ്പാരിസൺ ചെയ്തിട്ട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. എത്രയാണ് അവൻ്റെ പഠന പുരോഗതിയെ കഴിഞ്ഞ തവണയേക്കാൾ നീ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് പടിപടിയായിട്ട് അവന് കയറി ഉയർന്നു പോകാൻ കഴിയാം. പിന്നെ മറ്റുള്ളവരെ മോഡലാക്കാൻ വേണ്ടി നമ്മൾ വല്ലാതെ പ്രേരിപ്പിക്കരുത്. നമുക്കാരെയും മോഡലാക്കാൻ സാധിക്കില്ല. ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിത രീതികൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരിക്കലും ഒരു മഹാത്മാഗാന്ധി ആവാൻ സാധിക്കില്ല. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതവും വീക്ഷണവും പഠനവും ഒക്കെ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കും, അതിൽ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു APJ അബ്ദുൽ കലാം ആകാൻ സാധിക്കില്ല. നമ്മൾ APJ അബ്ദുൽ കലാം ആകാൻ പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മളുമാകില്ല, APJയും ആകില്ല. അതാണ് എൻ്റെ സത്യം. സാർ, കഴിഞ്ഞ 9 വർഷമായി ലക്ഷദ്വീപിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ആന്ത്രോത്ത് ദ്വീപിൽ ചക്കര എന്നൊരു സ്ഥാപനം
കൊണ്ടുവന്നു. ആ സ്ഥാപനം നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥാപനം കൊണ്ടുവരുന്നതിനുള്ള നേരിട്ട വെല്ലുവിളികളും അതേപോലെ അതിൻ്റെ വിജയ രഹസ്യങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? ലക്ഷദ്വീപ് ഡിഫറൻ്റ്ലി വെൽഫെയർ അസോസിയേഷൻ്റെ ചെയർമാൻ, ഇപ്പം ഹെൽത്ത് കെയർ അവാർഡ് കൂടിയായിട്ടുള്ള ഉമർ ഫാറൂഖാണ് എന്നെ ഈ കോൺസാഗ്നസ് മാരേജ്, ഏറ്റവും അടുത്ത കുടുംബത്തിൽ നിന്നുമുള്ള വിവാഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനെ ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ട് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി എന്നെ ഇവിടെ ക്ഷണിക്കുന്നത്. ഞാൻ അതിൻ്റെ പാർട്ടായിട്ടാണ് എല്ലാ ദ്വീപുകളും സഞ്ചരിക്കുകയും പ്രത്യേകിച്ചും ഭിന്നശേഷി മേഖലയിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അവരുടെ രക്ഷിതാക്കളുമായിട്ടും കുട്ടികളുമായിട്ടും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തത്. ഓരോ ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്കുള്ള പ്രയാണത്തിൽ എനിക്ക് സങ്കടങ്ങൾ കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഭിന്നശേഷി മേഖലയിൽ അന്ന് ആരും ശ്രദ്ധിക്കാതെ ഒരു ഏരിയ ആയിട്ട് ഇരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് ഓരോ ദ്വീപിലും എത്ര ഭിന്നശേഷി ആളുകൾ ഉണ്ട് എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. അതിൽ ഏറ്റവും നല്ല ഒരു ഇൻ്റർവെൻഷൻ നടത്തിയ സംഘടനയാണ് ലക്ഷദ്വീപ് ഡിഫറൻ്റ്ലി വെൽഫെയർ അസോസിയേഷൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡേ കെയറുകൾ സന്ദർശിച്ചു. ഡേ കെയറുകൾ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ രാവിലെ കൊണ്ടുവരും, ഭക്ഷണം കൊടുക്കും, തിരിച്ചു കൊണ്ടുപോകും, ചെറിയ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. ഇത് ഒരാളുടെ പഠന പുരോഗതിക്കോ സെൽഫ് മാനേജ്മെൻറ്റിനോ അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയും എന്തുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ സ്കൂള് ഇവിടെ തുടങ്ങാൻ സാധിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ചും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ അഭാവം, അങ്ങനെ ഒരു സ്ഥാപനം നിർമ്മിക്കാനുള്ള സാമ്പത്തികം, ഇങ്ങനെ ആ ഒരു ആഗ്രഹം നടക്കാതെ പോയി ചർച്ചകൾ മാത്രമായിട്ട് ഒതുങ്ങി. അങ്ങനെ ആന്ത്രോത്ത് ദ്വീപ് വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മളിത് തുടങ്ങാനങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അപ്പം ലക്ഷദ്വീപിലെ ഏറ്റവും മധുരമുള്ള ഒരു സംഭവമാണ് ചക്കര. അങ്ങനെ ഏറ്റവും മധുരമുള്ളതാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ചക്കര എന്ന് ഞാൻ തന്നെയാണ് അതിന് പേരിട്ടത്. ചക്കര എന്ന പേരിൽ ആന്ത്രോത്തിൽ ഒരു ചെറിയ വീട്ടിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഒരു ആഘോഷമായിട്ട് ആ ആന്ത്രോത്ത് ദ്വീപിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളൊക്കെ വന്ന് അവിടെയുള്ള ഒരു ആംബിയൻസ് പെയിൻ്റ് അടിച്ചും തെങ്ങിലടക്കം പെയിൻ്റ് അടിച്ചും ചിത്രങ്ങൾ വരച്ചും ഊഞ്ഞാൽ കെട്ടിയും അങ്ങനെ അവരാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ആന്ത്രോത്തിൽ ചക്കര ആരംഭിക്കുന്നത്. അത് വലിയൊരു വിപ്ലവമായിരുന്നു. ആ ചക്കരയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻലാൻഡിൽ നിന്നുള്ള 1-2 സന്നദ്ധ സംഘടനകളുടെ സഹായവും അന്ന് ഓഫർ ചെയ്യുകയും കുറച്ചൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. എൻ്റെയും സുഹൃത്തുക്കളുടെയൊക്കെ കുറച്ച് സഹായമൊക്കെ അതിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചക്കരയുടെ പ്രവർത്തനം ആരംഭിച്ചു. ആന്ത്രോത്ത് ദ്വീപിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിക്കാനും അവർ വളരാനും കളിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ആളുകൾ അതിലേക്ക് വരികയും ലക്ഷദ്വീപിലുള്ള മറ്റുള്ള എല്ലാ ഐലൻഡിലും ഇങ്ങനെ ചക്കര പോലത്തെ സംവിധാനങ്ങൾ വേണം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അതുവരെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകൾ കാത്തുവയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ സർക്കാരിനൊക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. എല്ലാം സർക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. കുറേയൊക്കെ നമ്മൾ ചെയ്യാം. നമ്മൾ തന്നെയാണ് സർക്കാർ. ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ്. അങ്ങനെയാണ് ചക്കരയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പം ആന്ത്രോത്ത് ദ്വീപിലെ സുമനസ്കരായിട്ടുള്ള ആളുകളുടെ സഹായ സഹകരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ ചക്കര നടന്നു പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടത്തേക്കുള്ള ഫാക്കൽറ്റികളായിട്ട് കേരളത്തിൽ നിന്ന് എന്താ വോളണ്ടറി ആയിട്ടും അല്ലാതെയൊക്കെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെറിയ എക്സ്പെൻസുകളൊക്കെ അവിടെ നിന്ന് തന്നെ മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങും പരിശീലനങ്ങളും അവർക്ക് വളരാനുള്ള പഠിക്കാനുള്ള സെൽഫ് മാനേജ്മെൻറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഒരുപാട് പരിമിതികളുണ്ട് എങ്കിലും വലിയൊരു ഇനീഷ്യേഷനാണ് ലക്ഷദ്വീപിൽ തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പാർട്ടാവാൻ സാധിച്ചതിൽ അതിന് തുടങ്ങാൻ സാധിച്ചതിലൊക്കെ ഏറെ സന്തോഷമുണ്ട്. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൻ്റെ കൂടെ നടക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ശ്രോതാക്കളോട് സാറിന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷദ്വീപ് ഒരുപാട് അനുഗ്രഹം നിറഞ്ഞൊരു നാടാണ്. ആ നാട്ടിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ നാടിൻ്റെ ചരിത്രവും പൈതൃകവും തനതായിട്ടുള്ള സാംസ്കാരിക രീതികളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തുള്ള മാറ്റമാണ് ഇവിടെ ആവശ്യം. ആ രീതിയിലേക്കുള്ള പഠനവും ആ രീതിയിലുള്ള മാറ്റത്തിനുമാണ് ഇവിടെയുള്ള സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തന മേഖലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും
ആരോഗ്യമുള്ള ഒരു തലമുറ ലക്ഷദ്വീപിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളൊക്കെ ലക്ഷദ്വീപിലുണ്ട്. അവരൊക്കെ പലരും എന്നെ കണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ആരോഗ്യ ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങളൊന്നുമില്ല. എന്നാൽ നമുക്കൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും സ്വിമ്മിങ് ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ്. നിങ്ങൾക്ക് കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വിം ചെയ്യാൻ പറ്റും. ഞാൻ വയനാട്ടിലേക്കുള്ള ആൾ സ്വിം ചെയ്യണമെങ്കിൽ പുഴയാണ്. പുഴ ഭയങ്കര അപകടമാണ്. അതല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ പോകണം. ഇങ്ങനെ എനിക്കൊക്കെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോകണമെങ്കിൽ 10-12 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അതിന് ഡെയിലി ഫീസ് കൊടുക്കണം. അത് ക്ലോറിനുള്ള വെള്ളമായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഹഡിൽസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങളെല്ലാ കുട്ടികളെയും നീന്തം പഠിപ്പിക്കണം. അത് കുട്ടികളുടെ വളർച്ചയിൽ പോസിറ്റീവായിട്ട് ഉപകരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ നാടാണിത്. ഈ നാടിൻ്റെ അനുഗ്രഹങ്ങളെ പരമാവധി ഉപയോഗിക്കാൻ ഈ നാടിന് സാധിക്കണം. അതുപോലെ തന്നെ ഈ നാടിൻ്റെ എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. ഈ നാടിൻ്റെ ഒരുപാട് കാലത്തെ ലോകാവസാനം വരെയുള്ള നിലനിൽപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇമിറ്റേഷൻസ് അല്ല വേണ്ടത്, അനുകരണങ്ങളല്ല വേണ്ടത്. ഈ നാടിൻ്റെ നിലനിൽപ്പിനെ ബേസ് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്താൽ ലക്ഷദ്വീപ് എന്നും ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു തുരുത്തായിട്ട് അതിജീവിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ലക്ഷദ്വീപിലെ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എന്നും ഉണ്ടാവും എന്ന് ഉറപ്പ് വരുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനൊരു അവസരം തന്നതിൽ കവരത്തി ആകാശവാണി പ്രവർത്തകർക്കും അണിയറ ശില്പികൾക്കും നന്ദി പറയുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. നിങ്ങൾ ഇതുവരെ കേട്ടത് വേൾഡ് റെക്കോർഡ് ഹോൾഡറും ലൈഫ് കോച്ചും ക്രൈസി ക്രിയേറ്റീവ് ട്രെയിനറും ഫാമിലി കൗൺസിലറും മെന്ററുമായ AK ഷാനവാസുമായി ഹലിമ ബീഗം കടപ്രത്തേലം നടത്തിയ അഭിമുഖം.